ഇന്നത്തെ സമാപന പരിപാടിയുടെ മുഖ്യ പ്രഭാഷകൻ ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫി തെന്നല ഉസ്താദ് അവർകൾ, അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ്, വേദിയിലിരിക്കുന്ന മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഖുത്ബിയത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷർ, പ്രിയ ജമാഅത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരികൾ, ബദരിയ ജുമാ മസ്ജിദ് പുരുഷൻകൂടി ഈ പള്ളിയിൽ, ഈ മഹത്തായ പള്ളിയിൽ കഴിച്ചു വരാറുള്ള, മാസം തോറും കഴിച്ചു വരാറുള്ള ഖുത്ബിയത്തിൻ്റെ 47ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട 6 ദിവസത്തോളം നീണ്ടുനിന്ന മതപ്രഭാഷണ പരമ്പരയുടെ അവസാനത്തെ ദിവസം, വാർഷികത്തിന്റെ ദിവസമാണ് ഇന്ന്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഖുത്ബിയത്തിന്റെ മജ്‌ലിസ് വളരെ ഭംഗിയായ നിലയ്ക്ക് നടന്നു. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 5 ദിവസങ്ങളിൽ പ്രത്യേക വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് വിഷയങ്ങളെ ആസ്പദമാക്കി നാം ക്ഷണിച്ചു വരുത്തിയ ഉസ്താദുമാർ ഇവിടെ സാരവത്തായ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഏകദേശം 1000 വർഷങ്ങൾക്ക് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ, ഹിജറ 470 ജനിച്ച, ജീലാനി ഗ്രാമത്തിൽ ജനിച്ച ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾക്കുള്ള പേരിലാണ് നാം ഈ മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുഴയിലൂടെ ഒരു അത്തിപ്പഴം കണ്ടപ്പോൾ അബൂ സ്വാലിഹി ജംഗി ദോസ്തി എന്ന് പറയുന്ന മഹാനവറുകള് അതെടുത്ത് ഭക്ഷിക്കുകയും പിന്നീട് അവിടെ നിന്ന് ഖേദം വരികയും ചെയ്തു. ഞാൻ എന്താണ് ഭക്ഷിച്ചിട്ടുള്ളത്, ആരുടേതാണ് ഭക്ഷിച്ചത്? അങ്ങനെ ഉടമസ്ഥനെ തേടിക്കൊണ്ടു പോവുകയും ആ പുഴയിലൂടെ ദിവസങ്ങൾ താണ്ടി ഒരു അത്തിപ്പഴം മരം ആ നദിയിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. ആ ഉടമസ്ഥനെ അന്വേഷിക്കുകയും ആ ഉടമസ്ഥൻ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു ആണ്. പണ്ഡിതനും സയ്യിദും ആലിമും ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് സംഗതി പറഞ്ഞു, ഞാൻ ഒരു അത്തിപ്പഴം ഭക്ഷിച്ചിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അവിടെ നിന്ന് പറഞ്ഞു, കുറച്ച് സമയം ഇവിടെ ജോലിയെടുക്കണം, തോട്ടത്തിൽ ജോലിയെടുക്കണം. അങ്ങനെ ദിവസങ്ങളോളം, വർഷങ്ങളോളം ജോലിയെടുത്തു. അവിടുത്തേതായിരിക്കുന്ന ആത്മീയ ശിക്ഷണത്തിലായി ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹി ജംഗി ദോസ്തി എന്ന് പറയുന്ന മഹാനവറുകൾ വളർന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു, ആ മരത്തിന്റെ ഉടമസ്ഥൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നു, ഇതുവരെ നിങ്ങൾക്ക് ശമ്പളം തന്നിട്ടില്ല, ഞാനൊരു ഗിഫ്റ്റ് തരികയാണ്. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഗിഫ്റ്റ്? ഇതുവരെ എനിക്ക് ആത്മീയമായ ശിക്ഷണം തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് പറഞ്ഞു, എന്റെ മകൾ നിങ്ങൾ കല്യാണം കഴിക്കണം. മൂകയും അന്ധയും ബധിരയുമായ മുടന്തയുമായ എന്റെ മകളെ കല്യാണം കഴിക്കണം. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. എന്തൊരു പരീക്ഷണമാണ്! സംസാരിക്കാൻ കഴിയാത്ത, കേൾവി ശക്തിയില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, നടക്കാൻ കഴിയാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള പരീക്ഷണം ഞാൻ നേരിടുകയാണ്. അവിടുന്ന് സമ്മതിച്ചു. ഉസ്താദിന്റെ നിർദ്ദേശം സ്വീകരിച്ചു. അവിടുന്ന് സമ്മതിക്കുകയും അങ്ങനെ കല്യാണം കഴിഞ്ഞു. വീട്ടുകൂടുന്ന അവസരത്തിൽ സുഖസുന്ദരിയായ ഫാത്തിമ എന്ന് പറയുന്ന പെണ്ണിനെയാണ് കാണുന്നത്. അവിടുന്ന് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞത് അന്ധയാണ്, ബധിരയാണ്, മൂകയാണ്, മുടന്തയാണ് എന്ന്? പക്ഷെ അവിടുന്ന് പറഞ്ഞു, അവിടുത്തെ എന്റെ മകൾ ചെവിയിൽ ഹറാമ് കേട്ടിട്ടില്ല, ഹറാമ് സംസാരിച്ചിട്ടില്ല, ഹറാമ് കണ്ടിട്ടില്ല, ഹറാമിലേക്ക് നടന്നിട്ടില്ല, അല്ലാഹു ഹറാമാക്കിയ നിഷിദ്ധമായ കാര്യങ്ങൾക്ക് നടന്നിട്ടില്ല. അങ്ങനെയുള്ള പെണ്ണിനെയാണ് നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ച് തന്നിട്ടുള്ളത്. ആ ഫാത്തിമയാണ്. ആ ഫാത്തിമയും അതുപോലെ
അബൂ സ്വാലിഹി ജംഗി ദോസ്ത് എന്ന് പറയുന്ന ഈ ദമ്പതികളിൽ ജനിച്ച മകനാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം അഷീഖ് സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ. രണ്ടാളുകളുടെയും ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ തങ്ങൾക്കുള്ള മാതാവിന്റെയും പിതാവിന്റെയും പരമ്പര ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർന്നു. അതാണ് ഖുത്ബിയത്തിന്റെ വരിയിൽ പറഞ്ഞത്, അൻതൽ ഹസനിയ വൽ ഹസനിയ കുൻത മഅ അബൗ വ ഉമ്മ ശരീഫൈനി ഖദിജ്തമഅ. രണ്ടാളുകളുടെയും പരമ്പര ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേരുകയാണ്. അങ്ങനെയുള്ള പരിശുദ്ധമായ പരമ്പരയിൽ ജനിച്ചതായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പരിശുദ്ധമായ റമദാനിൽ അവിടത്തേക്ക് പൂജാതരാവുകയാണ്. അങ്ങനെ നീണ്ടതായ ചരിത്രമാണ്. നമ്മുടെ ഭാവി തലമുറയിലേക്ക് ഗൗസുൽ ആദമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദമിനെ സംബന്ധിച്ച് പഠിക്കണം. ഖുത്ബുൽ അഖ്താബാണ് ഗൗസുൽ ആദം അഷീഖ് സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾക്കുള്ള അവിടുത്തേതായിരിക്കുന്ന പൊരുത്തവും ആശീർവാദവും സംരക്ഷണവും സഹായവും മദതും പൊരുത്തവും നമുക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ നാട്ടിലേക്കും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷകരും അതുപോലെ തന്നെ സമാപന ദുആയും എല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നസീയത്ത് പറയേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരൂർ ഉസ്താദിന്റെ മകൻ മുഹമ്മദ് അസരി ഉസ്താദായിരുന്നു. പക്ഷെ അദ്ദേഹം ഗൾഫിലായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിയാത്തതുകൊണ്ട് പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫി തെന്നല ഉസ്താദിനെ ഓർമ്മ വരികയും ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും നമ്മെ ആശീർവദിക്കാൻ വേണ്ടി നേരത്തെ തന്നെ എത്തുകയും നമ്മുടെ പരിസരങ്ങളുള്ളതായിരിക്കുന്ന എല്ലാ വേദികളിലും ഒരുപാട് തവണ ദിവസങ്ങളോളം, ഒരു ദിവസങ്ങളല്ല ദിവസങ്ങളോളം ബദറുപാട്ടും മറ്റുള്ളതായിരിക്കുന്ന പാട്ടും എല്ലാം അതുപോലെ തന്നെ പ്രഭാഷണവും ആത്മീയ ശിക്ഷണവും നൽകുന്നതായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫി തെന്നല. യൂട്യൂബ് അടിച്ചാൽ തന്നെ കാണാം മുസ്തഫ സഖാഫി തെന്നല എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് പാട്ടുകളും മാലപ്പാട്ടുകളും എല്ലാം ഉസ്താദിൻ്റെ അത് കാണാനും ശ്രമിക്കാനും കഴിയും. പ്രിയപ്പെട്ട ഉസ്താദ് അവർക്ക് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതിന് ഞങ്ങൾക്കുള്ള ക്ഷണം സ്വീകരിച്ച് സന്തോഷപൂർവ്വം ഏറ്റെടുത്തതിന് വേണ്ടി ഉസ്താദിന് വേണ്ടി ഈ പരിപാടിക്ക് എല്ലാവിധ സ്വാഗതങ്ങൾ ആശംസിച്ചുകൊണ്ട് അല്ലാഹു തആല ദീനുൽ ഖിദ്മത്തിന് വേണ്ടി ഒരുപാട് കാലം അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സുള്ള അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കാലം ഉസ്താദ് അവർ മദീനയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അവിടെ പ്രവർത്തിക്കുകയുണ്ടായിരുന്നത്. ആ മഹാനവറുകളാണ് നമുക്ക് അവസാനത്തെ വേദിയിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ഭാഗ്യവാന്മാരാണ് നാം. അല്ലാഹു തആല ഉസ്താദിനെ ആഫിയത്ത് നിലനിർത്തട്ടെ, ആരോഗ്യം കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദിന് എല്ലാവിധ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ്, ആലമ്പാടി ഉസ്താദിന്റെ മകൻ, അതുപോലെ തന്നെ നമ്മുടെ മുൻ ഖതീബും ഇപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയിലേക്കും നമ്മോട് സാന്നിധ്യം അറിയിക്കുകയും നമ്മുടെ ഏറ്റവും പ്രിയങ്കരനും സ്നേഹിതരുമായ ബഹുമാനപ്പെട്ട ഇന്ന് മഗ്രിബിന്റെ നടന്നതായ ഖുത്ബിയത്തിന്റെ സദസ്സിൽ നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് എല്ലാവിധ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. ഈ പരിപാടിയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ജമാഅത്തിന്റെ ഖുത്ബിയത്ത് കമ്മിറ്റിയുടെ ഗൗസിയ ഖുത്ബിയത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷർ അബ്ദുൽ ഹമീദ് ഹാജി അവർകളാണ് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് എല്ലാവിധ സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. വേദിയിലിരിക്കുന്ന അസ്രഫ് സഅദി, സിദ്ദീഖ് സഅദി, അബൂബക്കർ ദായിദാല, ഉമർ മുസ്ലിയാർ, ജേലമ്പാടി ഉസ്താദ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ജമാഅത്തിന് ഉത്തരവാദപ്പെട്ട അംഗങ്ങൾ, ജമാഅത്തിന്റെ കാര്യദർശി സിദ്ദീഖ് പാടി, ജമാഅത്തിന്റെ കോശാധികാരി വി കെ ഇസ്മായിൽ, നമ്മുടെ ഖുത്ബിയത്ത് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷർ മുഹമ്മദ് ഹസനബയിൽ, കാര്യദർശി കെ പി അബ്ബാസ് തുടങ്ങിയ അതുപോലെ ഗൗസിയ ഖുത്ബിയത്ത് കമ്മിറ്റിയുടെ കോശാധികാരി മുഹമ്മദ് പാടി അടക്കം അതിന്റെ ഖുത്ബിയത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ, ഭാരവാഹികൾ, കമ്മിറ്റി അംഗങ്ങൾ, ജമാഅത്ത് കമ്മിറ്റിയുടെ
ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു സദസ്യർ, ജമാഅത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട നേതാക്കൾ, സഹോദരൻ സഹോദരികൾ, ശബ്ദം ശപിക്കുന്ന മറ്റുള്ള എല്ലാ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, സദസ്സിൽ സന്നിധരായിട്ടുള്ള പ്രഗത്ഭരായ മറ്റു നേതാക്കൾ, മറ്റുള്ള ജമാഅത്തിൽ നിന്ന് വന്നതായിരിക്കുന്ന മൊയ്തീൻ ഹാജി, നമ്മുടെ തോട്ടാൽ അവിടുത്തെ മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിനും സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. എല്ലാവർക്കും സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ നോട്ടീസിൽ ഇന്ന് കാണിച്ച വേദിയിലിരിക്കേണ്ട അബ്ബാസ് ഹാജി, അബ്ദുള്ള ഹാജി അക്കര തുടങ്ങിയ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടി ലൈവായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ബഷീർ മദനി ഉസ്താദ് അവറുകൾ, അതുപോലെ AH സൗണ്ട്സ്, എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.